ഒരു യുവാവ് മലമുകളിൽ താമസിക്കുന്ന പ്രസിദ്ധനായ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു. ഗുരു, കൃത്യമായി ശീലിക്കുകയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് എനിക്ക് ആയോധനകല പഠിക്കാനായി കഴിയും? ഗുരു പറഞ്ഞു, ഒരു വേള 10 വർഷം എടുക്കും. യുവാവ് തുടർന്നു, എനിക്ക് ആകെ ഒരച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വളരെയധികം പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് എനിക്ക് ആയോധനകല പഠിക്കാനായി കഴിയും? ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിന് 30 വർഷം വേണ്ടി വരും. എന്ത്? 10 വർഷമേ വേണ്ടുള്ളൂ എന്ന് അങ്ങ് ആദ്യമേ പറഞ്ഞല്ലോ, പിന്നീട് 30 വർഷങ്ങൾ വേണമെന്നും? എന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചും എന്ത് ത്യാഗം സഹിച്ചും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് എപ്പോഴാണ് ഈ ആയോധനകല പഠിക്കാനായി കഴിയുക? സാധ്യമാകുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പഠിക്കണം. എങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ 70 വർഷങ്ങൾ വേണ്ടിവരും. ഈ ഗുരുവിനെ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. ഈ യുവാവാണ് ചിലപ്പോഴൊക്കെ നമ്മളും. നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴാണ് ഇതിനൊരു ഫലമുണ്ടാവുക? എന്നാണ് ഞാൻ ജീവിതത്തിലൊന്ന് വിജയിക്കുക? ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ സെൻ കഥയിൽ ഗുരു പറയുന്നത്, 10 വർഷം കൊണ്ട് നിനക്ക് പഠിക്കാം, പക്ഷേ ഇനി പഠിക്കണമെങ്കിൽ 70 വർഷം എടുക്കും. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ബാക്കിയില്ലേ? 10 വർഷം വേണോ? 70 വർഷം വേണോ? ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ജീവിത വിജയം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ വിജയിക്കാം? ഈ ഗുരുവിന്റെ അടുത്താണ് അത് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം ഉറപ്പായും പറയും, നിങ്ങൾക്കത് നേടിയെടുക്കാൻ 30 70 വർഷം വേണ്ടിവരുമെന്ന്. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ കുറുക്കുവഴികളില്ല എന്നുള്ളതും. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് മലയാളത്തിലെ പഴഞ്ചൊല്ല് പറഞ്ഞു വെക്കുന്നുണ്ട്. വെറുതെയല്ല, പയ്യെ തിന്നു നോക്കൂ, ചിലപ്പോൾ പന വരെ എത്തിയാലോ. അതുകൊണ്ട് നിധി അന്വേഷിച്ച് ചെന്നിട്ട് കുഴിച്ച് അവസാനം വരെ എത്തി നിധിയുടെ തുഞ്ചത്തോളം എത്തിക്കഴിഞ്ഞ് തിരിച്ചു വന്ന ആ വിഡ്ഢിയായ മനുഷ്യനെ പോലെ ആകാതെ ഒരു പക്ഷേ ഒന്നുകൂടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടു മുൻപിൽ ആ വിജയം ഉണ്ടാകാം. ചിലപ്പോൾ അതൊരു പരാജയമാകാം. വിജയമായാലും പരാജയമായാലും അത് ജീവിതത്തിന്റെ മുതൽക്കൂട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പണം ഉണ്ടാക്കാമെന്നതല്ല, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ജീവിത വിജയം കണ്ടെത്താമെന്നല്ല, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഒരു ജോലി കിട്ടും എന്നുള്ളതുമല്ല, ഏറ്റവും എളുപ്പത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. മടിച്ചു നിൽക്കാതെ നമുക്കും ഇറങ്ങി നടക്കാം. 10 വർഷങ്ങളിലേക്കും 30 വർഷങ്ങളിലേക്കും 70 വർഷങ്ങളിലേക്കും. ഇതിൽ എവിടെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിധി ഒളിഞ്ഞു കിടപ്പുണ്ടാകും. ലെറ്റ്സ് സെർച്ച്, ഫൈൻഡ് ഔട്ട്. താങ്ക് യു.